ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അവസാന നിമിഷ പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫിലോസഫീസ് എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. കുറെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് ലഭിക്കും. പ്രിലിംസ് പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. മാർക്ക് വാരി കൂട്ടാനല്ല ശ്രമിക്കേണ്ടത്, ഇതൊന്ന് കടന്നുകൂടാനാണ്. ബിക്കോസ് പ്രിലിംസിൽ എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ അത് ഉൾപ്പെടില്ല. മെയിൻസിന് കിട്ടുന്ന നിങ്ങളുടെ മാർക്സ് ആണ് നിങ്ങളെ റാങ്ക് ഹോൾഡർ ആക്കുന്നത്. ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിലും, ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ സൂപ്രണ്ടൊക്കെ ഉയർന്ന റാങ്ക് കിട്ടിയത് എനിക്ക് പ്രിലിംസ് പരീക്ഷയിൽ ഞാൻ ഫോക്കസ് ചെയ്തത് പ്രിലിംസ് കടന്നുകൂടുക. അവിടെ മാർക്ക് മാക്സിമൈസ് ചെയ്യാനുള്ള ലക്ഷ്യം എനിക്കില്ലായിരുന്നു. പക്ഷെ മെയിൻസിലേക്ക് വന്നപ്പോൾ അവിടെ കിട്ടാവുന്ന ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റാണ് മെയിൻസ് നടത്തിയത്. ഈ ഒരു സ്ട്രാറ്റജിയുടെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ അവസാന നിമിഷം പ്രിലിംസ് പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, കമ്പ്യൂട്ടർ, IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 65 മാർക്കുള്ള ഈ ഏരിയാസ് വേണം ഫോക്കസ് ചെയ്യാൻ. GK സബ്ജക്റ്റുകൾ വിട്ട് കളയില്ല. മാർക്ക് മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഇത് തന്നെ നോക്കണം. പക്ഷെ മെയിൻസിലേക്ക് വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ബോൾ ഗെയിം ആണ്. അതിന്റെ സ്ട്രാറ്റജി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നിങ്ങൾ കടന്നു കൂടുക, അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ ഏതൊരു പരീക്ഷയ്ക്കും ഞാൻ പറയുന്ന ഒരു ട്രയാങ്കിൾ അപ്രോച്ച് അത് തന്നെ ഫോളോ ചെയ്യുക. പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കിടയിലാണ് റിയൽ കോമ്പറ്റീഷൻ ഉള്ളത്. ഇവർ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സായി മാറുന്നത്. ഇവരുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഇവിടെ ഫോളോ ചെയ്യുന്നത് 70-20-10 റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഈ സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ 70% സമയവും പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം, 20% സമയം അത് റിവിഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുക, 10% സമയം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ, മാതൃകാ ചോദ്യങ്ങൾ, മുൻകാല വർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ ഈ ഒരു റൂൾ നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷെ ഇനിയിപ്പം പ്രിലിംസിന് വളരെ കുറച്ച് സമയമുള്ളൂ. ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ ഉടനെ തരാം. അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 50-25-25 റൂളാണ്. അതായത് ഇനി നിങ്ങളുടെ കയ്യിലുള്ള സമയത്തിൽ 50% സമയമാണ് നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ബാക്കി 25% സമയം പഠിച്ചത് റിവിഷൻ നടത്താനും, ബാക്കി 25% സമയം ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, എക്സാമിന് 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ 25% സമയത്തിൽ കൂടുതൽ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കണം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കൊരു ഒറ്റ വാശി, എനിക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയായിരുന്നു. അതായത് ഞാൻ യഥാർത്ഥ എക്സാമിന് മുമ്പ് ഒരു 100 ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് മിനിമം ഒരു 20 എണ്ണമെങ്കിലും എക്സാം കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ ക്ലിയർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഇനിയുള്ള അവസാന 1 മാസ കാലഘട്ടത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്യാൻ തന്നെയാണ്. സോ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ 50% സമയം നിങ്ങൾ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവായി ഉപയോഗിക്കണം. പിന്നീട് 25% റിവിഷനും. കാര്യം ചോദ്യപേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ റിവിഷൻ നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ബാക്കിയുള്ള 25% സമയം പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയൊക്കെ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സിന്റെ സാധ്യത നിങ്ങൾ വിട്ട് കളയരുത്. നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും പ്രിലിംസ് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. അതിൽ 10 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റും. എന്നാൽ നമുക്ക് അഗ്രഗേറ്റ് 6 മാർക്ക് ലാഭം കിട്ടും. ആ എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം. പിന്നെ ചോദ്യം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ടെലിഗ്രാം ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ പല ചോദ്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ല അടിപൊളി നിലവാരമുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്ത് നോക്കാം. ചോദ്യങ്ങൾ സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനും വോയിസ് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി വിദ്യാർത്ഥി സുഹൃത്തുക്കളോ ഒക്കെ അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക, എക്സാം അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനധി വ്ളോഗ്സ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ചാനലിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഒക്കെ കൂടെ നിങ്ങൾ വിട്ട് കളയാൻ പാടില്ലാത്ത നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്, ആസ്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം തന്നെ ആയിരിക്കണം. ഈ 70-20-10 റൂൾ അല്ലെങ്കിൽ 50-25-25 റൂൾ അതൊക്കെ ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല അൺലെസ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങിയില്ലെങ്കിൽ. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ 10 പ്രാവശ്യം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പറയുക. അഫർമേഷൻസിന് പവർ ഉണ്ട്, വിഷ്വലൈസേഷനും പവർ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ട് എക്സാം ഹോളിലേക്ക് കയറാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ പഠിക്കാനായിട്ട് ഷോർട്ട് കട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഫെബ്രുവരി 20 ഓപ്പൺ ടെസ്റ്റിൽ പങ്കെടുക്കാതെ ടോപ്പ് റാങ്കിൽ നിന്ന് ആദ്യം 10 ആൾക്കാർക്കും പിന്നീടുള്ള 12 ടെസ്റ്റുകൾ നമ്മൾ സ്കോളർഷിപ്പായി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ട് എക്സാം സൈക്കോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള 13 ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതിന് ഡിസ്കഷൻസും ചോദ്യത്തിന്റെ സൊല്യൂഷൻസും ഒക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ PDF തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് റിവിഷൻ സ്മൂത്ത് ആയിട്ട് PDF കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ നടക്കും. ഇതിന് കൂടെ നമ്മൾ പ്രിലിംസ് ബാച്ച് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രിലിംസ് ബാച്ച് കൂടെ കോംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് 100% നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ പരീക്ഷ പാസ്സാവാൻ 100% കവർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി. പ്രിലിംസിൽ 100% സിലബസ് കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പ്രിലിംസ് സേഫായി കടന്നു കൂടുക എന്നുള്ളതായിരിക്കണം. മാക്സിമം മാർക്ക് നമ്മൾ മെയിൻസിന് വാങ്ങിച്ചെടുക്കണം. അതിന്റെ സ്ട്രാറ്റജി നമുക്ക് ആ സമയത്ത് ചെയ്യാം. ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കോഴ്സിന്റെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും ഞാൻ കമന്റ് സെക്ഷനിലും സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. വരിക വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഓറിയന്റഡ് ബാച്ച് ആണ്. നമ്മൾ വളരെ ചുരുക്ക സീറ്റ്സ് മാത്രമാണ് അതിന് റിസർവ് ചെയ്തിട്ടുള്ളത്. സീരിയസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളെ കോഴ്സിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് എക്സാം വരെ നിങ്ങൾക്കൊരു ടോക്സിക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് കമ്പനി ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാളുമായിട്ട് മാക്സിമം അകലം പാലിക്കുക. കാര്യം നമുക്കറിയാം നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണെങ്കിലും നമ്മൾ എപ്പോഴും പിന്നോട്ടേക്ക് വലിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കാണും. കുറച്ച് നാളത്തേക്ക് അവരുമായിട്ടുള്ള കമ്പനിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫാക്ടർ. അതിനെ പിന്നിൽ നിന്ന് കുത്തുന്ന എല്ലാത്തിനോടും ഗുഡ് ബൈ നിങ്ങൾ പറയുക ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എക്സാമിനെ സംബന്ധിച്ച് എന്ത് സംശയം ചോദിക്കാം, പ്രിലിംസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ സംബന്ധിച്ച് എന്ത് സംശയം ചോദിക്കാം, അതിനൊക്കെ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ഉത്തരം തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്